നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിപ്പോൾ എന്താണ് നടക്കുന്നത്? ഇവിടെ സംവിധാനം പൂർണ്ണ പരാജയമാണ്. പണത്തിനുമേൽ പരുന്തും പറക്കാത്ത സാഹചര്യം. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ കേരള ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യമാണിത്. കേസിലെ മുഖ്യപ്രതി ഡോക്ടർ MK റാമിനെ അറസ്റ്റ് ചെയ്ത നടപടിയിലെ നിയമപരമായ വീഴ്ചകളിൽ പോലീസിനെയും സർക്കാരിനെയും വിമർശിച്ചാണ് ഹൈക്കോടതി രംഗത്തെത്തിയത്. നിയമപരമായ വീഴ്ചകൾ മൂലം പ്രതിയെ കോടതി വിട്ടയച്ച സംഭവം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാന മാനദണ്ഡങ്ങൾ ലംഘിച്ച പോലീസിന്റെ നിലപാടിനെതിരെ ഇപ്പോൾ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. കേസ് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ജഡ്ജ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ പാലിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും ഇത്തരം ഔപചാരികതകൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് ശേഷം മാത്രമേ റിമാൻഡ് പരിഗണിക്കാൻ പാടുള്ളൂവെന്നും വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു തലശ്ശേരി പ്രിൻസിപ്പൽ കോടതി നേരത്തെ ഡോക്ടർ റാമിനെ വിട്ടയച്ചത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്നും കാസർഗോഡ് നിന്ന് KV ബൈജുവൻ ചേരുന്നുണ്ട്. ആദ്യം ആജ്ഞയിലേക്കാണ്. ആജ്ഞ, നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി MK റാമിനെ വിട്ടയച്ചതുമായി ബന്ധപ്പെട്ടാണ് അതിരൂക്ഷമായ വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ ഉദ്യോഗസ്ഥൻ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ സർവീസിൽ പോലും തുടരാൻ പാടില്ല. ഇവിടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമുണ്ടായി. ഉദ്യോഗസ്ഥനും, അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രതിഭാഗം അഭിഭാഷകരും തമ്മിലുള്ള ബന്ധത്തിൽ പോലും ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഹൈക്കോടതി കേസുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്? പ്രധാനമായും ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള കൃത്യമായ രേഖ അറസ്റ്റ് ചെയ്യുന്ന ആൾക്ക് നൽകേണ്ടതാണ്. അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 22(1) പ്രകാരവും BNSS സെക്ഷൻ 47 പ്രകാരവും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് അയാളെ അറസ്റ്റ് ചെയ്തതെന്ന് വ്യക്തമായി അയാളെ മനസ്സിലാക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. ഒരു രേഖയും റാമിന് നൽകിയിട്ടില്ല, ഡോക്ടർ റാമിന് നൽകിയിട്ടില്ല. അത് മാത്രമല്ല, പ്രോസിക്യൂഷനെയും ഈ കാര്യം വ്യക്തമായി അറിയിക്കാത്ത സാഹചര്യത്തിലാണ് തലശ്ശേരി സെഷൻസ് കോടതി റാമിനെ വിട്ടയക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നീട് ക്രൈംബ്രാഞ്ച് റാമിനെ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്. ഇതാണ് കോടതിയെ ചൊടിപ്പിച്ചതും രൂക്ഷമായ വിമർശനം കോടതി ഉന്നയിക്കേണ്ടുന്ന സാഹചര്യമുണ്ടായത്. DYSP റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചത്. DYSP റാങ്കിലുള്ള ഈ ഉദ്യോഗസ്ഥന് അറസ്റ്റിന് നടപടിക്രമങ്ങൾ, ബേസിക് ആയിട്ടുള്ള നടപടിക്രമങ്ങൾ അറിയില്ല എന്നാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഥയിൽ നിന്ന് മനസ്സിലാകും ഇത് ആർക്കൊപ്പമാണ് പോലീസ് ഉള്ളത് എന്ന് മനസ്സിലാക്കും. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ പലരും അറസ്റ്റിന്റെ കാര്യത്തിൽ MK റാമിന് സംരക്ഷണം നൽകുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടെന്നാണ് കോടതി വിലയിരുത്തുന്നത്. ഇതിൽ സംസ്ഥാന സർക്കാരിനെയും കോടതി വിമർശിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പിഴവ് പറ്റിയോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചത്? ഈ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ, 3 കോടതികൾ, അതായത് സെഷൻസ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി, 3 കോടതികളും റാമിന്റെ മുൻകൂർ ജാമ്യം തള്ളിയിരുന്ന സാഹചര്യത്തിലും റാമിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയില്ല. 101 ദിവസമാണ് MK റാം വിവിധയിടങ്ങളിലായി കന്യാകുമാരിയിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ ആയിട്ട് ഒളിവിൽ കഴിഞ്ഞത്. അത് പോലീസിന് അറിയാമായിരുന്നു. അതായത് പോലീസിന്റെ ഒത്താശയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത്. അത് MK റാമിന്റെ പണത്തിന്റെ ബലത്തിലാണ് ഇത്തരത്തിൽ ഉള്ള നടപടിക്രമങ്ങളിലേക്ക് പോയത്. MK റാമിന്റെ അഭിഭാഷകനും സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അന്വേഷിക്കണമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, പണത്തിന് മീതെ പരുന്നും പറക്കില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ MK റാമിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സ്വാധീനം, MK റാം സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് മേൽ MK റാമിനുണ്ടായിരുന്ന സ്വാധീനം തുടങ്ങിയ കാര്യങ്ങളാണ് വ്യക്തമാകുന്നതെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. 15 വർഷത്തിനിടെ ഉണ്ടാകുന്ന ആദ്യത്തെ ഗുരുതരമായ വീഴ്ചയാണ് പ്രത്യേകിച്ചും പോലീസിന് ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള 15 വർഷത്തിനിടെ കേട്ടുകഴിവില്ലാത്ത ഗുരുതരമായ വീഴ്ചയാണ് എന്ന് തന്നെയാണ് കോടതി സൂചിപ്പിച്ചത്. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് കോടതി സജസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല, സർക്കാർ ഈ വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എന്ത് പിഴവാണ് സംഭവിച്ചത് അന്വേഷിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വെള്ളിയാഴ്ചയ്ക്കൊക്കെ ഇതുമായുള്ള റിപ്പോർട്ട് നൽകണം. അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഹൈക്കോടതി നേരിട്ട് ഈ വിഷയം അന്വേഷിക്കുമെന്ന് തന്നെയാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ വലിയ വിമർശനമാണ് കോടതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരെ ഉന്നയിച്ചിരിക്കുന്നത്. ഇത്രയധികം നിയമ ഇടപെടലുകൾ ഉണ്ടായിട്ടും സുപ്രീം കോടതി വരെ മുൻകൂർ ജാമ്യം തള്ളിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും MK റാമിന്റെ അറസ്റ്റ് നടപടികളിലേക്ക് പോയില്ല. അതായത് സാധാരണക്കാരന് നീതി കിട്ടാൻ
കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തിയ ശേഷമാണ് ഇതിൽ അന്വേഷണം തുടരുന്നതും കുടുംബത്തിന്റെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ്. അത് ഡോക്ടർ MK റാം ഉൾപ്പെടെ നിരവധി പേർക്കെതിരെ ഇതുമായി നിരവധി അധ്യാപകർ ഉൾപ്പെടെ പ്രതികളാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ MK റാം അതായത് കോളേജിന്റെ പ്രിൻസിപ്പലും ചെയർമാനുമായിട്ടുള്ള MK റാമിന്റെ പണത്തിന്റെ സ്വാധീനം കൊണ്ട് ഇത്രയധികം കാലം അദ്ദേഹത്തിന് ഒളിവിൽ കഴിയാൻ പോലീസ് സഹായിച്ചു. അതുമാത്രമല്ല മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്ന സാഹചര്യത്തിൽ അതായത് ഉയർന്ന കോടതികൾ പോലും അതിൽ ഇടപെട്ടിട്ടും അതിൽ മുൻകൂർ ജാമ്യം തള്ളുന്ന സാഹചര്യം ഉണ്ടായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചതെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും വലിയ വിമർശനമാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഇവിടെ ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഹൈക്കോടതി ഉന്നയിക്കുന്നുണ്ടല്ലോ, ചില വിഷയങ്ങൾ ഉയർത്തി കാണിക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ചും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രതിഭാഗം അഭിഭാഷകനും തമ്മിൽ ചില ബന്ധമുണ്ട്. ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമമുണ്ടായി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പ്രതിയുടെ അഭിഭാഷകനും തമ്മിലുള്ള ബന്ധം പരിശോധിക്കണം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ അന്വേഷണം നടത്തണമെന്നുകൂടി ഹൈക്കോടതി വാക്കാൽ നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി. സ്വാഭാവികമായും ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അത് സംശയനിഴലിൽ നിർത്തുന്ന പരാമർശങ്ങളല്ലേ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ പുതിയൊരു അന്വേഷണ സംഘം ഈ ഒരു വിഷയം നേരത്തെ നിതിൻ രാജിന്റെ കുടുംബമടക്കം ആക്ഷൻ കമ്മിറ്റി അടക്കം ഉയർത്തി കാണിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ ഡോക്ടർ റാമിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായ നാടക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതിയൊരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ സർക്കാരിന് മേലൊരു സമ്മർദ്ദവും ഉണ്ടാകില്ല, അല്ലെങ്കിൽ അത്തരമൊരു ഇടപെടൽ അനിവാര്യമല്ലേ ആജ്ഞ? തീർച്ചയായിട്ടും ടോം, സർക്കാർ വെള്ളിയാഴ്ചക്കകം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന് സംഭവിച്ച പാളിച്ച എന്താണ് എന്നുള്ള കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ മജിസ്ട്രേറ്റ് കോടതി ഹൈക്കോടതിയെ അറിയിക്കണം തുടങ്ങിയ കാര്യങ്ങളും ഇതോടൊപ്പം ഹൈക്കോടതി ചേർത്തിട്ടുണ്ട്. അതുമാത്രമല്ല പ്രതിയുടെ അഭിഭാഷകനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ ബന്ധമുണ്ട്. പ്രതിയുടെ കയ്യിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കോടതി നിരീക്ഷണം. അത്തരം കാര്യങ്ങളിൽ സർക്കാർ വ്യക്തത വരുത്തണം. SITയുടെ മേലേക്ക് ഈ കേസ് ഇതിൽ നിന്നും അന്വേഷണത്തിൽ നിന്ന് തടിയൂരാനാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നീക്കമെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. അതായത് പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്ന സാഹചര്യവും സാധ്യതയും കൂടുതലാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഇതിൽ അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ പ്രതിയിൽ നിന്നും സ്വീകരിച്ചോ എന്നാണ് കോടതി. അത് ഗുരുതര ആരോപണമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് ഒരു പ്രതിക്ക് വ്യക്തമായി രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളെല്ലാം ഈ നിയമ വൃത്തങ്ങളെല്ലാം ഇടപെട്ടിട്ടും ഉയർന്ന കോടതികൾ ഇടപെട്ടിട്ടും അത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഒരു DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അതിനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഒരുക്കി നൽകുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഹൈക്കോടതിയുടെ നിരീക്ഷണവും വിമർശനവും. അതാണ് ഇതിലെന്തുകൊണ്ടാണ് സർക്കാർ ഇടപെടാത്തത് എന്നും ചോദിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനം ഹൈക്കോടതി ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പലർക്കും റാമുമായി അടുത്ത ബന്ധമുണ്ട്. റാമിന്റെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ പണത്തിന്റെ സ്വാധീനത്തിലാണ് ഈ കേസ് ഇത്രകാലം റാമിനെ ഈ 101 ദിവസം ഒളിവിൽ കഴിയാൻ പോലും സഹായിച്ചിരുന്നത് എന്നുള്ള സാഹചര്യവും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ വലിയ വിമർശനമാണ്. നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്നതിലൂടെ മാത്രം പ്രശ്നം പരിഹരിക്കാനാകില്ല എന്നും കോടതി പറയുന്നുണ്ട്. വ്യാപകമായ അന്വേഷണം വേണം ഈ വിഷയത്തിൽ എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ സാമ്പത്തിക അധീനതയിൽ അന്വേഷണ സംഘത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് ഈ കേസിലെ ഇടപെടലുകൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. അത് ഈ സംസ്ഥാനത്തെ നിയമ സാഹചര്യങ്ങളെ മുഴുവൻ തീർച്ചയായും ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇത്തരം വിമർശനങ്ങൾ ഉൾപ്പെടെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് പുതിയ അന്വേഷണ സംഘവും വരുന്നത്. KV ബൈജുവിലേക്ക് കാസർഗോഡ് ബൈജു ചേരുന്നുണ്ട്. ബൈജു, നമുക്കറിയാം ഈ ഡോക്ടർ റാമിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവവികാസങ്ങൾ, നാടകീയ സംഭവങ്ങൾ, ഇത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിലാണ് അന്വേഷണ സംഘത്തിനെതിരെ വിമർശനം ഉന്നയിച്ചത്. അതിനിടെ പുതിയ അന്വേഷണ സംഘം എത്തുന്നു. ഡോക്ടർ റാമിനോട് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ള നിർദ്ദേശമുണ്ടല്ലോ. അതായത് കഴിഞ്ഞ ദിവസം കോടതി തന്നെ ഇടപെട്ട് ഇയാൾക്ക് അറസ്റ്റ് തടഞ്ഞൊരു സാഹചര്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ഇനി ചോദ്യം ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി. എന്തായിരിക്കും അത്? പുതിയ അന്വേഷണ സംഘം എത്തിയ ശേഷം മാത്രമായിരിക്കും അത്തരം നടപടികൾ ഉണ്ടാവുകയുള്ളൂ? ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും
പുതിയ വിവരങ്ങൾ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള? ടോമെ, നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ, അതായത് ഏപ്രിൽ 10-നാണ് നിതിൻ രാജ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 3-ാം നിലയിൽ നിന്നും ചാടി ഇത്തരത്തിൽ ജീവനൊടുക്കുന്നത്. ആ സമയം മുതൽ ഇന്ന് വരെ ഈ വാർത്ത കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ പറയട്ടെ, ഇതിൽ വലിയ തോതിലുള്ള അട്ടിമറികൾ കേസിൽ തുടക്കം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് ലോക്കൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലും അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഇന്ന് ഹൈക്കോടതിയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. അതായത് സാധാരണക്കാർ ഇതെല്ലാം കാണുന്നുണ്ട്, അത് കൃത്യമായി കോടതി പറയുന്നുണ്ട്. അതോടൊപ്പം ഈ കേസ് കൃത്യമായി പോലീസ് അട്ടിമറിച്ചു എന്ന് തന്നെയാണ് ഈ കോടതിയുടെ ഓരോ വാചകങ്ങൾ പരിശോധിച്ചാലും. കാരണം പണത്തിന് മീതെ പരുന്തും പറക്കില്ല, അത്തരത്തിലുള്ള പരാമർശം, ഗുരുതരമായ പരാമർശം ക്രൈംബ്രാഞ്ചിന് മേൽ ഉണ്ടായിട്ടും ഈ സമയം വരെ, അതായത് 101 ദിവസം ഒളിവിൽ പോയ റാമിനെ കുടകിൽ നിന്നും അതിസാഹസികമായി പിടികൂടിയെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നത്. അങ്ങനെ പിടികൂടിയ ഒരു പ്രതിയെ ഒരു ദിവസം പോലും ജയിലിലിടാൻ കഴിയാത്ത ക്രൈംബ്രാഞ്ച്, ആ ക്രൈംബ്രാഞ്ച് സംഘത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായിട്ടും ഒരു നടപടിയും ആ ഉദ്യോഗസ്ഥർക്കെതിരെ ഒന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇതിൽ സംസ്ഥാന സർക്കാർ മറ്റൊരു കാര്യം വ്യക്തമാക്കിയത് അജിത ബീഗത്തിന്റെ, അതായത് സംസ്ഥാന ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള മേൽനോട്ടത്തിലുള്ള സംഘം ഇപ്പോൾ രൂപീകരിച്ചു. അങ്ങനെയല്ല, ക്രൈംബ്രാഞ്ച് ഏപ്രിൽ 30 മുതൽ ഈ ഒരു സംഘത്തിന്റെ മേൽനോട്ടം അജിത ബീഗത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ഇതിൽ പങ്കുണ്ട്. ആ അജിത ബീഗത്തിന്റെ കീഴിൽ തന്നെയാണ് ഇപ്പോഴും പുതിയ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പുതിയ സംഘം ഇപ്പോൾ കണ്ണൂരിൽ എത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ നേരത്തെ ഉണ്ടായ ക്രൈംബ്രാഞ്ച് സംഘം എല്ലാവരെയും മാറ്റിയിട്ടുണ്ട്. ആ സംഘത്തിൽ നിന്നും ഫയലുകൾ ഇവർ പഠിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇനിയും ഇതിന്റെ ഫയലുകൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. വലിയ തോതിലുള്ള പ്രതിഷേധമുയർന്നു. കീഴ്ക്കോടതി മുതൽ പരമോന്നത കോടതിയായ സുപ്രീം കോടതി വരെ എത്തിയ ഒരു കേസ്, ആ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചു. എല്ലാ കോടതികളും വിവരങ്ങൾ നൽകിയത്. എന്തായാലും അതീവ ഗൗരവത്തോടു കൂടിയാണ് ഹൈക്കോടതി വിഷയത്തെ കാണുന്നത്. ആഭ്യന്തര വകുപ്പും സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പുതിയ അന്വേഷണ സംഘം എത്തുന്നു. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ അട്ടിമറികൾ നടന്നിട്ടുണ്ടെങ്കിൽ പുതിയ അന്വേഷണ സംഘം എത്തുമ്പോൾ അതിനൊക്കെ വലിയ വെല്ലുവിളികളുണ്ട്. കാരണം ഈ അന്വേഷണത്തിൽ തുടക്കത്തിലുണ്ടായ വീഴ്ചകളടക്കം അത് ഇനി മറികടന്നുകൊണ്ട് വേണം പുതിയ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സ്പോട്ട്ലൈറ്റ് പോകുന്നു. തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്തേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. ഇന്നലെ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് അത്തരം സംഭവവാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് BJPയുടെ പ്രതിഷേധം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. വിവരങ്ങളുമായി BV അരുൺ ചേരുന്നുണ്ട്. അരുൺ, അസാധാരണമായ സംഭവങ്ങളാണ് തലസ്ഥാനത്ത് ഇപ്പോൾ അരങ്ങേറുന്നത്. അതായത് KPCC ആസ്ഥാനത്തേക്ക് BJPയുടെ മാർച്ച് നടക്കുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വലിയൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ? ഏതാണ്ട് അരമണിക്കൂറിലേറെ വലിയ സംഘർഷമുണ്ട്. KPCC ആസ്ഥാനത്തിന് 50 മീറ്ററിന് മുമ്പാണ്, 50 മീറ്റർ അടുത്താണ് പോലീസ് BJPയുടെ മാർച്ച് തടഞ്ഞത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അതിനിടെ തന്നെ ഒരു ഭാഗത്ത് ബാരിക്കേഡുകൾ തകർത്ത് മുന്നേറാൻ പ്രവർത്തകർ ശ്രമിച്ചു. അതാണ് സംഘർഷത്തിനിടയാക്കിയത്. ഇപ്പോൾ വീണ്ടും വനിതാ പ്രവർത്തകർ അടക്കം ഇവിടേക്ക് KPCC ആസ്ഥാനത്ത് മുന്നിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നേരത്തെ ഒരു BJP പ്രവർത്തകയ്ക്ക് അടിയേറ്റു. അത് പുരുഷ പോലീസ് മർദ്ദിച്ചു എന്നാണ് BJPയുടെ ആരോപണം. ആ മർദ്ദിച്ച ആളെ വിട്ടു നൽകാതെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്നാണ് നേതാക്കളുടെ നിലപാട്. അതാണ് ഇപ്പോൾ ബാരിക്കേഡ് ഇപ്പുറത്തേക്ക്, ബാരിക്കേഡ് കിടക്കി മാറ്റി കോൺഗ്രസ് ആസ്ഥാനത്തിനടുത്തേക്ക് എത്തിയാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോൾ വനിതകൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ പ്രതിഷേധിക്കുകയാണ്. ഒരു പ്രവർത്തകയെ മർദ്ദിച്ച പോലീസുകാരനെ വിട്ടു നൽകണം, അവനെ കണ്ടിട്ടേ പോകൂ, ഇതാണ് BJPയുടെ നിലപാട്. ആ പേര് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ പ്രതിഷേധം. ഏതായാലും വലിയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ബാരിക്കേഡെല്ലാം പ്രവർത്തകർ നേരത്തെ എടുത്തു മാറ്റി. 1 മണിയോടുകൂടി തന്നെ ഇതിലേക്കുള്ള ഈ റോഡ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും പോലീസ് തടഞ്ഞിരുന്നു. ആളുകൾക്ക് അതുവഴി വലിയ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ അതിനുശേഷം ഈ വലിയ മാർച്ച് ഇവിടെ എത്തുമ്പോൾ, ഉദ്ഘാടനം നടക്കുമ്പോൾ തന്നെ ഒരു വശത്ത് പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായി. പോലീസിന്റെ ഷീൽഡൊക്കെ പ്രവർത്തകർ അടിച്ച് തകർത്തു. അതിനുശേഷം ഇപ്പോൾ ഈ പ്രവർത്തകർ ബാരിക്കേഡിന് ഇപ്പുറത്തേക്ക്, അതായത് ഇവിടെ നിന്ന് 20 മീറ്ററോ മറ്റേ ഉള്ളൂ KPCCയുടെ ആസ്ഥാനത്തേക്ക്, കോൺഗ്രസിന്റെ സംസ്ഥാന
ഓഫീസിലേക്ക് അതിനടുത്ത് വരെ എത്തി പ്രതിഷേധം. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ACC നേതാക്കൾ നടത്തിയ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നേതാക്കൾ നടത്തിയ മാർച്ച്, അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവിടെ രാജ്യമാകെ കലാപത്തിന് ആഹ്വാനം നൽകുകയാണ് കോൺഗ്രസ്, കലാപം അഴിച്ചുവിടുകയാണ് കോൺഗ്രസ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് BJP സംസ്ഥാന കോൺഗ്രസ് ഓഫീസിലേക്ക്, KPC ആസ്ഥാനത്തേക്ക് മാർച്ച്, ഇന്ദിരാഭവനിലേക്ക് മാർച്ച് നടത്തിയത്. ആ മാർച്ചാണ് വലിയ സംഘർഷത്തിലേക്ക് പോയത്. ഇപ്പോഴും പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നു. വനിതാ പ്രവർത്തകർ അടക്കം ബാരിക്കേഡിന് ഇപ്പുറത്തെത്തി പോലീസുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വനിതാ പ്രവർത്തകയെ മർദ്ദിച്ച പോലീസുകാരനെ നടപടി വേണമെന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യം ഉന്നയിച്ചാണ് ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കം നേരത്തെ ഉണ്ടായ അദ്ദേഹം ഇവിടെ ഉദ്ഘാടനം മടങ്ങിപ്പോയി. ഷോൺ ജോർജ് അടക്കമുള്ള BJPയുടെ നേതാക്കൾ, മേയർ VV രാജേഷ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ ഈ സമരത്തിന്റെ ഭാഗമായുണ്ട്. അവർ ഇപ്പോൾ പോലീസുമായി സംസാരിക്കുകയാണ്. പിരിഞ്ഞു പോകണം, അതാണ് പോലീസിന്റെ ആവശ്യം. കുറ്റക്കാരായ പോലീസുകാരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാം എന്ന് പോലീസ് ഉറപ്പ് നൽകുന്നു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ഇപ്പോഴും വലിയ പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഒരു ഭാഗത്ത് ബാരിക്കേഡുകൾ മറിച്ചിടുന്നു, മറുഭാഗത്ത് ബാരിക്കേഡിന് ഇപ്പുറത്ത് കോൺഗ്രസ് ആസ്ഥാനത്തിൽ തൊട്ടടുത്ത് വരെ എത്തി BJPയുടെ പ്രതിഷേധം തുടരുകയാണ്. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ നേതാക്കളും പോലീസും ശ്രമിക്കുന്നു. പക്ഷേ വനിതാ പ്രവർത്തകരടക്കം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. ഒരു തരത്തിലും പിന്തിരിഞ്ഞു പോകില്ല എന്ന നിലപാട് അറിയിച്ചുകൊണ്ടാണ് BJPയുടെ പ്രതിഷേധം തുടരുന്നത്. മേയർ VV രാജേഷ് അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച അനൂപ് ആന്റണി BJPയുടെ ജനറൽ സെക്രട്ടറി ഉണ്ട്. അത്തരം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ സമരരംഗത്ത് നിന്നുകൊണ്ട് പ്രവർത്തകരെ പോലീസുമായുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ നേതൃത്വം നൽകുകയാണ്. നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് പോലീസ് നൽകുന്നു. പക്ഷേ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുന്നില്ല. നേതാക്കൾ ഈ കാര്യങ്ങൾ ബോധിപ്പിക്കുകയാണ്. നേതാക്കൾ പ്രവർത്തകരോട് പോലീസിനോട് ആവശ്യപ്പെടുകയാണ് കൃത്യമായ നടപടി ഉണ്ടെങ്കിൽ മാത്രമേ പിന്തിരിഞ്ഞു പോകൂ. കാരണം ഒരു വനിതാ പോലീസുകാരില്ലാതെ ഒരു പ്രവർത്തകയെ പുരുഷ പോലീസ് മർദ്ദിച്ചു. അത് അംഗീകരിക്കാനാകില്ല നിലപാടാണ് BJP പ്രവർത്തകർക്കും നേതാക്കൾക്കുമുള്ളത്. അതിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഇവിടെ തർക്കം തുടരുന്നത്. ടോം, എന്തായാലും ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥ ഉണ്ടോ? അതായത് BJP പ്രവർത്തകർ പോലീസിന് നേരെ പ്രകോപനം ഉണ്ടാക്കുകയാണെന്നാണ് തുടക്കത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നീട് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിപ്പോൾ പ്രവർത്തകർ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയില്ലേ? അവർ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? അരുൺ, ഇതുവരെ അത്തരം സൂചനകളൊന്നുമില്ല. പ്രവർത്തകർ പിന്തിരിഞ്ഞ് പോയിട്ടില്ല. ഇപ്പോഴും പ്രവർത്തകർ ഈ ബാരിക്കേഡിന് ഇപ്പുറത്ത് കോൺഗ്രസ് ഓഫീസിന് അടുത്ത് വരെ എത്തി പ്രതിഷേധം തുടരുകയാണ്. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. നേതാക്കളുമായും പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവർ പിന്തിരിഞ്ഞ് പോകില്ല, നടപടി ഉണ്ടാകാതെ പോകില്ല. അതായത് പ്രവർത്തകയെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാതെ പിരിഞ്ഞു പോകില്ല എന്ന കടുത്ത നിലപാടിലാണ് BJP പ്രവർത്തകരുള്ളത്. അതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് മാറ്റാനുമൊക്കെ ഒരു ഭാഗത്ത് ശ്രമം തുടങ്ങിയെങ്കിലും അതും വിജയിച്ചിട്ടില്ല. ബാരിക്കേഡുകൾ ഏറെക്കുറെ പ്രവർത്തകർ ഈ റോഡ് വെള്ളയമ്പലം ശാസ്ത്രമംഗലം റോഡ് കൃത്യമായി തടഞ്ഞുകൊണ്ട് വിഭജിച്ചുകൊണ്ട് പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചു. പക്ഷേ പകുതിയിലേറെ ബാരിക്കേഡുകളും ഇപ്പോൾ പ്രവർത്തകർ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ബാരിക്കേഡ് മാറ്റിയാണ് മറികടന്നാണ് അവർ ഇപ്പുറത്തേക്ക് കോൺഗ്രസ് ഓഫീസിന് സമീപത്തേക്ക് എത്തിയത്. അവിടെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത്. അപ്പുറത്ത് കോൺഗ്രസ് പ്രവർത്തകരുമൊക്കെ KPC ആസ്ഥാനത്ത് എത്തിയിട്ടുമുണ്ട്. നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിലേക്ക് മാർച്ചോ അത്തരം പ്രതിഷേധങ്ങളോ സാധാരണമല്ല. അത് വലിയ പ്രശ്നങ്ങൾക്ക് ഒടുവിലാണ് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇപ്പോൾ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് മാർച്ച് നടത്തി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രതിഷേധത്തിന് BJP തയ്യാറായത്. സംസ്ഥാന അധ്യക്ഷൻ തന്നെ അത് പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു. രാജ്യമാകെ കലാപം അഴിച്ചുവിടാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്ന ആരോപണമാണ് BJPക്ക് ഉള്ളത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ പ്രതിഷേധം. കേരളത്തിലും KPC ആസ്ഥാനത്തേക്ക് തന്നെ കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുമെങ്കിൽ KPC ആസ്ഥാനത്തേക്ക് അടക്കം പ്രതിഷേധിക്കുമെന്ന മുന്നറിയിപ്പാണ് നേരത്തെ BJP നൽകിയത്. ആ മുന്നറിയിപ്പിന്റെ ഭാഗമായുള്ള മാർച്ചാണ് ഇന്ന് സംഘടിപ്പിച്ചത്. പ്രവർത്തകർ ഇപ്പോൾ ഈ ഭാഗത്ത് പിന്തിരിഞ്ഞ് മുന്നിലേക്ക് പോയിട്ടുണ്ട്. പിരിഞ്ഞു പോകാനാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇപ്പോഴും പോലീസുമായി വാക്കുതർക്കത്തിലാണ്, വാഗ്വാദത്തിൽ തന്നെയാണ് നേതാക്കളും പ്രവർത്തകരും ഉള്ളത്. പിന്തിരിഞ്ഞു പോകാൻ ഇതുവരെയും അവർ കൂട്ടാക്കുന്നില്ല. ഇപ്പോഴും ആ രീതിയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. ബാരിക്കേഡിന് അപ്പുറത്തും ഇപ്പുറത്തും ഇപ്പോൾ പ്രവർത്തകരായി പോലീസിന്റെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളെയും മറികടന്നുകൊണ്ടാണ് BJP പ്രവർത്തകർ കോൺഗ്രസ് ഓഫീസിന് സമീപത്തേക്ക് എത്തി ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ഒരു തരത്തിലും പിന്തിരിഞ്ഞു പോകാൻ പ്രവർത്തകർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ്. പ്രവർത്തകരെ ബാരിക്കേഡിനപ്പുറത്തേക്ക് കടക്കാൻ നേതാക്കൾ ഇപ്പോൾ
നിർദ്ദേശിക്കുകയാണ്. പ്രശ്ന പരിഹാരത്തിലേക്കുള്ള വഴി തുറക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചന നൽകാം. ഏതായാലും പ്രവർത്തകർ മുഴുവൻ ബാരിക്കേഡിനപ്പുറത്തേക്ക്, പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിനപ്പുറത്തേക്ക് പോകാൻ, കോൺഗ്രസ് ഓഫീസിന്റെ ഭാഗത്തേക്കല്ല വെള്ളയമ്പലം ഭാഗത്തേക്ക് പോകാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നേതാക്കൾ ഇടപെട്ട് നൽകുന്നത്. പോലീസുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് നേതാക്കൾ ഇത്തരമൊരു നിർദ്ദേശം പ്രവർത്തകർക്ക് നൽകുന്നത്. സംഘർഷത്തിന് ഒരു പരിധിവരെ അയവ് വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. വലിയ സംഘർഷമായിരുന്നു, വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു. പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ കല്ലേറുണ്ടായി. പോലീസിന്റെ ഷീൽഡ് പ്രവർത്തകർ അടിച്ചു തകർത്തു. ബാരിക്കേഡുകൾ മറച്ചിട്ടു. ബാരിക്കേഡുകൾ മറികടന്നാണ് പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ കോൺഗ്രസ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഇന്ദിരാഭവനിന്റെ ഭാഗത്തേക്ക് കടന്നത്. ഏതായാലും അവിടേക്ക് പ്രവർത്തകർ പോകാതെ തടയാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകാതിരിക്കാനുള്ള വലിയ ശ്രമം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതിലവർ ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ പ്രവർത്തകർ ഇവിടേക്ക് വീണ്ടും നേതാക്കളും സംസാരിക്കുകയാണ്. മേയർ വി രാജ് അടക്കമുള്ളത്. എന്താണ് ഇനിയിപ്പോൾ സമരം അവസാനിപ്പിക്കുകയാണ്? എന്താണ് ഒരു വനിതയെ പുരുഷ പോലീസുകാർ മർദ്ദിച്ച് അവരെ ആശുപത്രിയിൽ എത്തിച്ചു, ചേട്ടത്തടിച്ചു. അപ്പോഴൊക്കെ ആസൂത്രിതമായിട്ട് സമരത്തെ തകർക്കുവാനാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് നടത്തുന്ന ഈ അരാജക പ്രവർത്തനത്തിനെതിരെ രാജ്യവ്യാപകമായി ശക്തമായിട്ട് പ്രതിഷേധമായിട്ട് പോകും. ഇപ്പോൾ പുരുഷ പോലീസുകാർ വനിതകളെ മർദ്ദിച്ചിട്ടുണ്ട്. അവർ ആശുപത്രിയിലാണ്. ഞങ്ങൾ അതിന്റെ അങ്ങോട്ട് പോവുകയാണ്. അതിനുശേഷം ശക്തമായ നടപടികൾ ആവശ്യപ്പെടും. അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞത് ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാർ DCP ആയിട്ട് സംസാരിക്കാൻ പോയിട്ടുണ്ട്. അത് ശക്തമായ നടപടി വേണ്ടിവരും. അല്ലെങ്കിൽ ഞങ്ങൾ സമരം വീണ്ടും ഇവിടെ വരും. തീർച്ചയായിട്ടും അങ്ങനെ ഇത്രയും വനിതാ പോലീസുകാർ നിൽക്കുമ്പോഴേക്കും ഒരു സ്ത്രീയെ അവരെ തടയണമെന്നുണ്ടെങ്കിൽ വനിതാ പോലീസുകാരെ തടയാമല്ലോ. ഒരു പുരുഷ പോലീസ് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ശക്തമായിട്ട് ഞങ്ങൾ നേരിടും. ഇതാണ് മേയർ വി രാജിന്റെ നിലപാട്. BJPയുടെ നിലപാട് വനിതയെ ഒരു പുരുഷ പോലീസുകാരൻ മർദ്ദിച്ചു, ചെകിട്ടത്തടിച്ചു എന്ന ആരോപണമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. അത് പോലീസ് ഉദ്യോഗസ്ഥരെ നടപടിയെടുക്കുമെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് പാലിച്ചില്ലെങ്കിൽ ശക്തമായ നടപടികളിലേക്ക് കടക്കും, കൂടുതൽ സമരത്തിലേക്ക് കടക്കുമെന്ന മുന്നറിയിപ്പാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം നൽകുന്നത്. ടോം, യെസ്, അതായത് ഇതൊരു സൂചന മാത്രമാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? കാരണം നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ചില അസാധാരണമായ സംഭവങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. കാരണം ഒരിക്കലും അങ്ങനെ കേട്ടുകേൾവില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ സമീപകാലത്തായി രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് മറ്റൊരു പാർട്ടി പ്രതിഷേധം നടത്തുന്നു. അത് ഒരുപക്ഷെ ഇത് പ്രതിരോധിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങിയാൽ ഒരുപക്ഷെ വലിയ സംഘർഷത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങാം. അവിടെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടായത്. എന്തായാലും പോലീസിന്റെ നിർദ്ദേശം അവർ അനുസരിച്ചു, പാലിച്ചു. ഈ സമരം മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി എന്നാണ് മനസ്സിലാക്കേണ്ടത്. സംഘർഷത്തിന് പൂർണ്ണമായും അയവ് വന്നിട്ടുണ്ടോ? ആരുണ്ട്? ഏറെക്കുറെ അങ്ങനെ വേണം കരുതാൻ. ഇപ്പോൾ ഏതായാലും സമരക്കാർ ഈ ഭാഗത്ത് നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. പോലീസ് വീണ്ടും ബാരിക്കേഡൊക്കെ ഇവിടെ പ്രവർത്തകർ തള്ളിമറിച്ചിട്ട ബാരിക്കേഡൊക്കെ തിരികെ വെക്കാനുള്ള ശ്രമത്തിലാണ്. പ്രവർത്തകർ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് എത്തി പിരിഞ്ഞു പോവുകയാണ്. ഇനി ഉദ്യോഗസ്ഥർ നടപടിയെടുത്തില്ലെങ്കിൽ വീണ്ടും സമരവുമായി ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രവർത്തകർ നേതാക്കളും പിരിഞ്ഞുപോയി. പോലീസ് ബാരിക്കേഡുകൾ നേരത്തെ ഉള്ള സ്ഥലത്തേക്ക് സ്ഥാപിക്കുകയാണ്. വീണ്ടും അവിടെ ബാരിക്കേഡ് എടുത്ത് വെക്കാനുള്ള ശ്രമത്തിലാണ്. ഏതായാലും നേതാക്കളും പ്രവർത്തകരും പിന്തിരിഞ്ഞു പോകുന്നു. സമരം ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ നടപടിയെടുത്തില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭമുണ്ടാകുമെന്ന മുന്നറിയിപ്പും BJPയുടെ നേതാക്കൾ നൽകുന്നുണ്ട്. ആ തരത്തിലാണ് ഇപ്പോൾ സമരം ഇവിടെ മുന്നോട്ട് പോകുന്നത്. ഏറെക്കുറെ സമരം അവസാനിക്കുന്നതിന്റെ സൂചനകൾ തന്നെ നമുക്ക് ഇവിടെ കാണാനാകുന്നു. ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട വലിയ സംഘർഷമാണ്. 1:15 തന്നെ ഇവിടെ സമരം എത്തി. BJP സംസ്ഥാന അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ തന്നെ മറുഭാഗത്ത് ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. പ്രവർത്തകർ വിഭാഗത്ത് ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് വനിതാ പ്രവർത്തകയ്ക്ക് മർദ്ദനമേറ്റു എന്ന ആരോപണം ഉയർന്നു വന്നത്. വലിയ രീതിയിലല്ല, ബാരിക്കേഡുകൾ ഇവിടെ നിന്ന് മറിച്ചിട്ടുകൊണ്ട് തന്നെ പ്രവർത്തകർ മുന്നോട്ട് പോവുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാം. ഈ ഭാഗത്താണ് ഇവിടെ ഒരു ഇടവഴി. നേരത്തെ ആളുകൾക്കൊക്കെ കടന്നുപോകാൻ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. അതിലൂടെ അവിടെ പോലീസ് ഉണ്ടായിരുന്നു. അത് ചാടിക്കിടക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു വനിതാ പ്രവർത്തകയെ മർദ്ദിച്ചു എന്ന ആരോപണം ഈ ഭാഗത്ത് ഇവിടെ ആണ് പ്രശ്നമുണ്ടായത്. ഇപ്പോഴും ആ വഴിയിലൂടെയൊക്കെ ആളുകൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പൂർണ്ണമായും വഴി അടച്ചുകൊണ്ടുള്ള ഒരു പോലീസ് ക്രമീകരണം കൂടിയാണ് ഇവിടെ ഉണ്ടായത്. ആളുകൾ ഇപ്പോഴും ഇവിടെ വന്നിട്ട് എവിടെ പോകാമെന്നാണ് വഴി അടച്ചേക്കാം. ഒരാളിലൊക്കെ ചാടി പോകാമെന്നാ രക്ഷയില്ല. ഇത് കഴിഞ്ഞാൽ ഇപ്പൊ ആളുകൾ മാറി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊരു പോവാം.
ഇതാണ് പ്രശ്നം. ആളുകൾക്ക് വഴികടക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ നമ്മൾ പ്രായമായവരടക്കം ഈ മതില് ചാടിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏതായാലും ഒരു ഭാഗത്ത് ഈ ബാരിക്കേഡ് പ്രവർത്തകർ തന്നെ മാറ്റിയതിനെ തുടർന്ന് ആളുകൾക്ക് പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് തലസ്ഥാനത്തെ ഈ വെള്ളയമ്പലം ശാസ്തമംഗലം റോഡ്. ആശുപത്രികളടക്കമുള്ള നിരവധി സ്കൂളുകളുള്ള ഒരു വ്യാപാര സ്ഥാപനങ്ങളുള്ള ഒരു റോഡ്. അത് മണിക്കൂറുകളോളം ഇത്തരത്തിൽ സമരത്തിന്റെ പേരിൽ പോലീസ് അടച്ചിട്ടു. അതുവഴി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ സ്വാഭാവികം പോലീസിനും അവരുടെ ഭാഗത്ത് നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി സമരം നടത്തുമ്പോൾ, മാർച്ച് നടത്തുമ്പോൾ സ്വാഭാവികമായും അത് സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള ക്രമീകരണങ്ങൾ പോലീസ് നടത്തി. അതാണ് ഇവിടെ കണ്ടത്. പക്ഷേ അതിന്റെ പേരിൽ ജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടി എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ നിന്ന് കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ഏറെക്കുറെ സമരം അവസാനിച്ചു. ഇനി ബാക്കി വരുന്ന ബാരിക്കേഡുകൾ കൂടി പോലീസ് മാറ്റിയാൽ. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് BJPയുടെ നേതൃത്വത്തിലാണ് KPCC ആസ്ഥാനത്തേക്ക്, തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അതിനിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതോടെ സംഘർഷാവസ്ഥയുണ്ടായി. ചില വനിതാ പ്രവർത്തകരടക്കം പോലീസ് അകാരണമായി മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് വലിയ പ്രതിഷേധമായിരുന്നു അരങ്ങേറിയത്. ഇപ്പോൾ പോലീസുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഈ പ്രതിഷേധം അല്പം തണുത്തിട്ടുണ്ട്. ഒരു സങ്കടകരമായ ഒരു വാർത്തയിലേക്കാണ്. എറണാകുളം ഞാറക്കലിൽ ദമ്പതികളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കളത്തിപ്പറമ്പിൽ വീട്ടിൽ സജീവൻ, ഭാര്യ സബിത എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യ എന്നാണ് പോലീസ് നിഗമനം. 2 മാസം മുൻപും ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അതായത് ഏതാനും നാളുകൾക്ക് മുൻപാണ് ഇവരുടെ ഏക മകൻ മരിച്ചത്. അതിൻ്റെ മനോവിഷമത്തിലായിരുന്നു ദമ്പതികളെന്നാണ് വിവരങ്ങൾ. നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി. നവമി, ഈ മകൻ മരിച്ചതിൻ്റെ ഒരു മാനസിക വിഷമം, അതേ തുടർന്നുള്ള ആത്മഹത്യ എന്നാണോ മനസ്സിലാക്കേണ്ടത്? ആത്മഹത്യക്കുറിപ്പോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോം, എന്തായാലും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രാഥമികമായിട്ടുള്ള പോലീസിന്റെ പരിശോധനയിലാണ് ഇരുവരും തൂങ്ങി മരിച്ചത്. മകന്റെ വേർപാട് സഹിക്കാൻ കഴിയാതെയാണ്. 1 വർഷം മുൻപാണ്, 1 വർഷമായില്ല മകൻ മരിച്ചിട്ട്. ഏക മകനാണ് മരിച്ചത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മാനസിക വിഷമം ഇരുവരെയും കുറേ നാളുകളായി അലട്ടിയിരുന്നു. 2 മാസം മുൻപും സമാനമായ രീതിയിൽ ആത്മഹത്യാ ശ്രമം നടന്നു. അന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു കുടുംബാംഗങ്ങൾ ചേർന്ന്. പിന്നീടാണ് വീണ്ടും ഇന്നലെ രാത്രിയോടുകൂടി, ഇന്ന് പുലർച്ചെയായിട്ടും വീട്ടിൽ നിന്നും ഇരുവരെയും പുറത്തേക്ക് കാണാത്തതോടുകൂടിയാണ് സംശയം തോന്നിയ നാട്ടുകാർ പെട്ടെന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും ഞാറയ്ക്കൽ പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഇരുവരെയും വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. മകൻ മരിച്ചതിന്റെ മാനസിക വിഷമമാണ് എന്നാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയും. അത്തരത്തിലുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വളരെ വിഷമം ഇരുവർക്കും നേരിട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്, നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും പോലീസ് ആത്മഹത്യാക്കുറിപ്പടക്കം പരിശോധിക്കുന്നുണ്ട്, വീട്ടിൽ പരിശോധന നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുടെയും ഒപ്പം നാട്ടുകാരുടെയും ഒക്കെ മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട്. അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. മകന്റെ മരണം മാത്രമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയോ അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇവരെ അലട്ടിയിരുന്നോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഏറെ വേദനയോടുകൂടി തന്നെ ആണ് അത് ഇവരുടെ മരണം സ്ഥിരീകരിച്ചത്. കാരണം മകൻ മരിച്ചതിന്റെ വളരെ വേദനയിലായിരുന്നു. 70, 69 വയസ്സാണ് ഈ വാർദ്ധക്യകാലത്തെ ഒറ്റപ്പെടൽ, അത് വല്ലാത്ത മാനസിക പ്രയാസം ഉണ്ടാക്കാറുണ്ട് വൃദ്ധ ദമ്പതികളെ സംബന്ധിച്ച്, വയോധികരായ മാതാപിതാക്കളെ സംബന്ധിച്ച്. പ്രത്യേകിച്ചും മക്കൾ ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ മക്കളെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴൊക്കെ വാർദ്ധക്യകാലത്ത് തനിച്ചുള്ള ജീവിതം, അതാണ് പലരെയും വിഷാദ രോഗികളാക്കി മാറ്റുന്നത്, ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത്. സ്വാഭാവികമായി നമുക്കറിയാം അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പൊതുസമൂഹത്തിന് പലപ്പോഴും ആശ്വസിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെ ആശ്വസിപ്പിക്കാൻ കഴിയുമെന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്തിനാണ് ഇനി ജീവിക്കണം എന്നാണ് പലരും ചിന്തിക്കുന്നത്. കാരണം ഏക മകനാണ്, നഷ്ടപ്പെട്ടു, ഇനി ആർക്കു വേണ്ടി ജീവിക്കണം, എന്തിന് ജീവിക്കണം എന്നൊരു ചോദ്യമാണ് പലരുടെയും മനസ്സിൽ വരുന്നത്. അതാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കാരണമാകുന്നത്. പക്ഷെ ഇവിടെ സ്വാഭാവികമായും അത്ര ആത്മഹത്യാ പ്രവണത ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മനഃശാസ്ത്രജ്ഞരെ സമീപിക്കാം, അതല്ലെങ്കിൽ അതിനുള്ള പരിഹാരമുണ്ട്. കാരണം എന്തൊരു പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ടെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ആത്മഹത്യാ പ്രവണത ഉണ്ടാകുമ്പോഴും കാരണം മകൻ്റെ ഓർമ്മകളുമായി ജീവിക്കുക, അല്ലെങ്കിൽ മകന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പൊതുസമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ നാട്ടിലെ മറ്റ് കുട്ടികൾക്ക് വേണ്ടി ചെയ്ത്
ശിഷ്ടകാലം ജീവിക്കുന്ന, അവരുടെ ജീവിതം അർത്ഥവത്താക്കുന്ന നിരവധി ദമ്പതികളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും. പക്ഷെ ഇവിടെ ഒരു വലിയൊരു ഒറ്റപ്പെടൽ ഇവർ അനുഭവിച്ചു. ഈ ഒരു പ്രശ്നം, അതായത് ഇതിനു മുൻപ് ഒരു ആത്മഹത്യാ പ്രവണത ഉണ്ടായിട്ടും കൃത്യമായൊരു ഇടപെടൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല, അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല, ഒരു വിദഗ്ധമായ ചികിത്സയോ ഒരു നിരീക്ഷണമോ ഇവരുടെ മേലുണ്ടായില്ല. അതല്ലേ ഇരുവരെയും വീണ്ടും ഒരു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാനും രണ്ടുപേരുടെയും ജീവൻ നഷ്ടപ്പെടാനും കാരണമായത്? അതെ, ടോം പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം വാർദ്ധക്യ അവസ്ഥയിലേക്കാണ്, വാർദ്ധക്യ രീതിയിലേക്കാണെങ്കിൽ ആ ഒരു ജീവിതത്തിലേക്കാണ് അവർ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും തണലാകേണ്ട, താങ്ങാകേണ്ട മകനാണ് അവരുടെ കൺമുന്നിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരത്തിൽ വേർപെട്ടു പോയത്. അപ്പോൾ സ്വാഭാവികമായും ആ മാതാപിതാക്കൾക്ക് വലിയ വേദനയുണ്ടാകും. മുൻപ് ഇത്തരത്തിൽ ആത്മഹത്യാ പ്രേരണ കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് സമൂഹം അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സ നൽകണം. അതായത് മാനസിക വിദഗ്ധന്റെ അടുത്ത് കാണിക്കുകയും അവർക്ക് അതിനു വേണ്ടിയിട്ട് അതിൽ നിന്നും മുക്തമാകുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സഹായം ഒന്നും തന്നെ ഇവർ തേടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം അവരുടെയൊക്കെ വിദഗ്ധ അഭിപ്രായം തേടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അവരുടെ ഇനിയുള്ള ജീവിതം ഈ ആരോരുമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ടോ ഒക്കെ നല്ല രീതിയിലേക്ക് ചിലവാക്കുവാനും അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു ഏകാന്തതയിൽ നിന്നും അവരെ മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ അവരെ ആരും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയില്ല, അല്ലെങ്കിൽ അവർ ആ മകന്റെ വേർപാടിൽ അത്രത്തോളം വേദനയിൽ തന്നെയാണോ ഇരുന്നതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും കുടുംബാംഗങ്ങൾ അടക്കം അവരുടെയൊക്കെ മൊഴി എടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പിന്നീട് എന്തുകൊണ്ടാണ് അവരെ അതിൽ നിന്ന് മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഈ മാനസിക വിദഗ്ധരുടെ സഹായം തേടി നൽകുകയോ ഒന്നും ചെയ്തില്ല എന്നതുമൊക്കെ കുടുംബാംഗങ്ങളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. എന്തായാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് തന്നെയാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ ഓരോരുത്തർക്കും അവരുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്യാൻ കഴിയാത്ത അത്ര ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് ഒരു ആത്മഹത്യയിലേക്ക് അവർ പോകുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് സഹായിക്കുന്ന ഒരുപാട് കരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരിലേക്കൊന്ന് കണ്ണോടിച്ചാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡോക്ടർമാരുടെ ഒരു മനുഷ്യരെ സംബന്ധിച്ച് ഒരു ഡിപ്രഷനിലേക്ക് പോകാൻ പ്രത്യേക കാരണങ്ങളൊന്നും വേണ്ട. കാരണം ഏതൊരു സമയവും പല രീതിയിലുള്ള സംഘർഷങ്ങളിലൂടെയാണ് മനുഷ്യർ കടന്നു പോകുന്നത്. ഇത്തരം ഒറ്റപ്പെടലുകൾ അല്ലെങ്കിൽ ആരോരും ഇല്ലെന്ന് തോന്നൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യരെ സംബന്ധിച്ച് അയൽവാസികളില്ല, ബന്ധുക്കളില്ല. ഒരു മരണമോ ഇതുപോലുള്ള ദുരന്തങ്ങളോ വീട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ലാത്ത സാഹചര്യമുണ്ട്. പക്ഷെ ഓർക്കുക, നിങ്ങളുടെ ജീവിതം വിലപ്പെട്ടതാണ്. അത് മകൻ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അല്ലെങ്കിൽ വാർദ്ധക്യകാലത്ത് ആരോരുമില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടി നിങ്ങൾ കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അത് പ്രായം പോലും പരിഗണിക്കാതെ അല്ലെങ്കിൽ പ്രായം പോലും നോക്കാതെ ഇങ്ങനെ സമൂഹത്തിന് വേണ്ടി നല്ല പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്ന നിരവധി വയോധികരുണ്ട്. അവരെയൊക്കെ നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. ആത്മഹത്യ പ്രവണത അല്ലെങ്കിൽ അത്തരം ചിന്ത എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും മറുവശത്ത് അതിനൊരു പരിഹാരമുണ്ട്. നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടെന്നൊരു തിരിച്ചറിവാണ് മനുഷ്യർക്ക് വേണ്ടത്. കാസർഗോഡ് തോരോത്ത് വിഷം ഉള്ളിൽ ചെന്ന് ചികിത്സയിലായിരുന്ന 19കാരി മരിച്ച സംഭവത്തിലേക്കാണ്. അനശ്വര എന്ന വിദ്യാർത്ഥിനിയാണ് ബംഗളൂരുവിലെ ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. +2 പഠനത്തിന് ശേഷം ഉപരിപഠനത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അനശ്വര. ബേഡകം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. KV ബൈജു ചേരുന്നു വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന്. ബൈജു ഒരു കൗമാരക്കാരിയാണ്. +2 പഠനത്തിന് ശേഷം ഉന്നത പഠനത്തിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നടക്കുകയായിരുന്നു. അതിനിടെയാണ് അനശ്വരയുടെ മരണം സംഭവിക്കുന്നത്. ഈ ആത്മഹത്യക്കുള്ള കാരണം എന്താണ്? ആത്മഹത്യക്കുറിപ്പോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോമേ, ഈ 19 വയസ്സുകാരിയായ അനശ്വരയുടെ മരണം അത് സംബന്ധിച്ച് ദുരൂഹത ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതിൽ ബേഡകം പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ പോലീസ് പറയുന്നത് ഇതിൽ വീട്ടുകാർക്ക് ആർക്കും തന്നെ ഇത്തരത്തിൽ ഈ വിഷം കഴിച്ച കാര്യം അറിഞ്ഞിരുന്നില്ല. അങ്ങനെ വയറുവേദന ഉണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവിടെയുള്ള കുണ്ടംകുടിയിൽ തന്നെയുള്ള ഒരു ക്ലിനിക്കിലാണ് ആദ്യം ചികിത്സ തേടുന്നത്. പിന്നീട് ബേഡെടുക്ക താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നു.
നില വഷളായതിനെ തുടർന്ന് സഹകരണ ആശുപത്രിയിലേക്കും പിന്നീട് മംഗളൂരുവിലേക്കും മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മംഗളൂരിൽ നിന്നാണ് ഇന്നലെ രാത്രിയോടുകൂടി അനശ്വര മരണപ്പെടുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് ഈ വീട്ടുകാർക്ക് ഇത് സംബന്ധിച്ച് എന്താണ് ഈ ഒരു ജീവനൊടുക്കാൻ ഇടയായത് അല്ലെങ്കിൽ ഇങ്ങനെ വിഷം കഴിക്കാൻ ഇടയായ സാഹചര്യം എന്നത് സംബന്ധിച്ച് അവർക്ക് വ്യക്തതയില്ല. ഇതിലിപ്പോൾ അനശ്വരയുടെ ഫോൺ അത് വിശദമായി പരിശോധിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരം അന്വേഷണത്തിലേക്ക് ഏതായാലും പോലീസ് കടന്നിട്ടുണ്ട്. ആരാണ് അനശ്വരയുടെ ജീവിതത്തിൽ വില്ലനായത്, അതാണ് ഇനി പ്രധാനമായും അറിയേണ്ടത്. എന്തായാലും ഇങ്ങനെ 19 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു കുട്ടി വലിയ പ്രതീക്ഷകളുമായി ഒരു കുടുംബത്തിന്റെ ഒരു മകളാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടത്. ആ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്, അനശ്വരയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് ഇനി അറിയേണ്ടത്. അത്തരം അന്വേഷണം ഇനി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ അറിയിച്ചിട്ടുള്ളത്. ഇവർ ഈ തോരോത്ത് തന്നെ ഈ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം കൂടിയായിരുന്നു അനശ്വര. പഠനത്തിലൊക്കെ മിടുക്കിയായിരുന്നു. സുഹൃത്തുക്കളോട് ആരോടും തന്നെ ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉള്ളതായി പങ്കുവച്ചിട്ടില്ല എന്നാണ് പോലീസ് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഒരു വിഷം അകത്ത് ചെല്ലാനിടയായ സാഹചര്യം, അങ്ങനെ വിഷം കഴിച്ചതാണോ, അത്തരം കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ഇപ്പോഴും ഇതിലൊരു ദുരൂഹത തുടരുന്നുണ്ട്. പോലീസ് അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇനിയിപ്പോൾ വിശദമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകൂ. കേട്ടോ. യെസ്, അങ്ങനെ ഒരു കുടുംബാംഗങ്ങൾക്ക് എന്തോ ഈ മരണവുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ആക്ഷേപമുണ്ടോ? ഈ വലിയൊരു മാനസിക സംഘർഷം ഈ അനശ്വരയെ അലട്ടിയിരുന്നോ? അതിൻ്റെ കാരണം എന്താണെന്ന് ഒരു സംശയം അവർ ഉന്നയിക്കുന്നുണ്ടോ? ടോമെ, സംശയകരമായ സാഹചര്യം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ഈ പിതാവ് ഇത്തരത്തിൽ മൊഴി നൽകിയിരിക്കുന്നത്. അതായത് പിതാവിന്റെ പരാതിയിൽ തന്നെയാണ് ബേഡകം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുള്ളത്. അങ്ങനെ സംശയകരമായ സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. സുഹൃത്തുക്കളോടും അനശ്വര ഏതെങ്കിലും തരത്തിൽ ഒരു വിഷമം പങ്കുവച്ചിട്ടില്ല. പിന്നീട് എന്താണ് സംഭവിച്ചത് ഇനി വ്യക്തമായി അറിയണമെങ്കിൽ ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതുണ്ട്. അതോടൊപ്പം ഈ ഫോൺ, അനശ്വരയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സൈബർ പോലീസ് അത് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഈ കോളുകളോ മറ്റോ ഇതിൽ നിരന്തരം ഉണ്ടായിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളാണ് പോലീസ് പ്രാഥമികമായി പരിശോധന നടത്തുന്നത്. ഏതായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വളരെ പ്രധാനമാണ്. ഏത് തരത്തിലുള്ള വിഷം അത് കഴിച്ചാണ് ഇങ്ങനെ ഒരു മരണത്തിനിടയായത്, അത്തരം കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇതിലൊരു ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അപ്പോഴും ഇതിൽ എന്താണ് കാരണം എന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. കേട്ടോ. യെസ്, കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് 19-കാരി ജീവനൊടുക്കിയ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. മലപ്പുറം തിരൂരിൽ പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. മിനി സിവിൽ സ്റ്റേഷന് പിൻവശത്തെ വിജനമായ സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി സാമ്പിളുകൾ ശേഖരിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നാട്ടുകാരാണ് മൃതദേഹം ആദ്യം കണ്ടത്. ജിഷാദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിഷാദ്, ഈ മരിച്ച ആളെക്കുറിച്ചുള്ള വിവരമില്ല. നാട്ടുകാർക്കും ഇതിനു മുൻപ് ഇയാളെ കണ്ട് പരിചയമില്ലേ? ഇതൊരു എന്താണ് മരണകാരണം? ഇതൊരു കൊലപാതക സാധ്യതയോ അല്ലെങ്കിൽ മറ്റു ദുരൂഹതയോ സംശയിക്കേണ്ടതുണ്ടോ? ടോം, തിരൂർ മിനി സിവിൽ സ്റ്റേഷന് പുറകോശത്തെ വിജനമായ സ്ഥലത്താണ് പുരുഷന്റേതായ മൃതദേഹം പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെയായിരുന്നു ഈ സംഭവം. പുകയിരുന്നത് കണ്ട് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഈ സംഭവം. തുടർന്ന് നാട്ടുകാർ പരിശോധനയിലാണ് ഈ ശരീരം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തുന്നതും പോലീസിനെ അറിയിക്കുന്നതും. വിവരമറിഞ്ഞ പോലീസും അതുപോലെ തന്നെ അഗ്നിശമന സേനയും വിവരം സ്ഥലത്തെത്തി. കൂടാതെ ഫയർഫോഴ്സ് ടീമും സ്ഥലത്തെത്തിയിരുന്നു. അപ്പോൾ തന്നെ ഈ ബോഡി പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഡോഗ് സ്ക്വാഡ്, അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധർ, അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സാമ്പിളുകളും അതുപോലെ തന്നെ ഈ മൃതദേഹം ആരാന്നുള്ള തെളിവുകളും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചയാളെ ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. സംഭവം പോലീസ് പറയുന്നത് കൊലപാതകമാകാനുള്ള സാധ്യതയാണ് പോലീസ് പറയുന്നത്. ഈ കൊലപാതകത്തിനുള്ള സാഹചര്യങ്ങൾ സംഭവ സ്ഥലത്ത് ഉണ്ടെന്നും പോലീസ് നൽകുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു യുവാവിന്റേതാണ് മൃതദേഹം എന്നാണ് പ്രാഥമിക നിഗമനമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. അതുപോലെ തന്നെ അവിടുത്തെ CCTVയോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? കാരണം കഴിഞ്ഞ രാത്രി അവിടെ എന്തെങ്കിലും ആ സമീപത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല ഇത് ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറയുന്നുണ്ട്. ഇത്
മറ്റേതെങ്കിലും സ്ഥലത്തുനിന്ന് അവിടെ എത്തിയവരാണോ, അതോ ഈ പ്രദേശത്ത് ഈ തിരൂരിൽ തന്നെ താമസിക്കുന്ന യുവാവായി മരിച്ച ആള് തിരൂരിൽ തന്നെയുള്ള ആളാകാനാണോ സാധ്യത? പോലീസിന്റെ നിഗമനം എന്താണ്, പ്രാഥമികമായ നിഗമനം എന്താണ്? ടോം, മിനി സിവിൽ സ്റ്റേഷന് സമീപം, അതായത് ഒരു പാർക്കിംഗ് റോഡിനോട് ചേർന്ന സ്ഥലത്താണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഭാഗത്ത് CCTV ഇല്ലാത്തതാണ് യാഥാർത്ഥ്യം. നിരവധി കടകളുടെ CCTV അതായത് ഈ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. മൃതദേഹത്തെ കുറിച്ച് ഇതുവരെയും ഒരു സൂചന ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഈ മരണകാരണം എന്താണെന്നും അതുപോലെ തന്നെ കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള കാരണങ്ങൾ എന്താണെന്നും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. എന്തായാലും ഇത് ഒരു ആത്മഹത്യയല്ല എന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ. ഈ ആളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മരിച്ചയാളെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ പ്രദേശത്തു നിന്നും സമീപ പ്രദേശത്തു നിന്നും കാണാതായവരെ കുറിച്ചുള്ള രേഖയും പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട് കേട്ടോ. യെസ്, ജിഷാദ്, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ പോലീസിനെ സംബന്ധിച്ച് എന്തെങ്കിലും തെളിവുകളോ സൂചനകളോ ലഭ്യമായിട്ടുണ്ടോ? കാരണം ഇത് വളരെ വിജനമായൊരു സ്ഥലമാണ്. ആ രാത്രികൾ, കഴിഞ്ഞ രാത്രിയിലായിരിക്കാം, ഏത് സമയത്താണിത് ഈ മരണം നടന്നത് എന്നത് സംബന്ധിച്ചുള്ള സൂചനകളുണ്ടോ? ഓരോ ആത്മഹത്യയോ അല്ലെങ്കിൽ കൊലപാതകം? സ്വാഭാവികമായും അവിടെ ഒരു ദുരൂഹത സംശയിക്കണം. പോലീസ് ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷിക്കുന്നത്? കാരണം നേരത്തെ ജിഷ സൂചിപ്പിച്ചതുപോലെ ഈ സമീപത്തുനിന്ന് ആരെങ്കിലും ഈ ദിവസങ്ങളിൽ കാണാതായിട്ടുണ്ടോ എന്നും അതോടൊപ്പം പ്രധാനമായും CCTV പരിശോധിക്കണം. മറ്റു സാധ്യതകളല്ല, ഈ പറയുന്ന പോലെ കൊലപാതക സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതല്ലേ? ടോം, സംഭവ സ്ഥലത്തെ സാഹചര്യങ്ങളും തെളിവുകളും കേസ് ഒരു കൊലപാതകത്തിലേക്കാണെന്നാണ് പോലീസ് നൽകുന്ന സൂചന. നിലവിൽ ഒരു യുവാവിന്റേതാണ് മൃതദേഹം. ഈ സംഭവ സ്ഥലത്ത് നിന്ന് കാണാതായ, അതായത് ഈ മൃതദേഹം കണ്ടെത്തിയ സാഹചര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ ഭാഗത്തേക്ക് പോകേണ്ട, അതായത് മദ്യപന്മാരോ അല്ലെങ്കിൽ കൂടുതൽ നാട്ടുകാരോ ചെല്ലാത്തൊരു സ്ഥലമാണ് ഈ സിവിൽ സ്റ്റേഷന്റെ ബാക്ക് സൈഡ്. എന്തായാലും ഈ പുലർച്ചയോട് കൂടിയാണ് ഈ ഒരു അഥവാ കൊലപാതകം നടന്നിട്ടുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതുപോലെ തന്നെ സമീപത്തെ വീടുകളിൽ അതുപോലെ തന്നെ കടകളിലെ CCTV പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. എന്തായാലും അതായത് ആത്മഹത്യയിലേക്കല്ല കൊലപാതകം എന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ. മരിച്ചയാളെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും സാഹചര്യ തെളിവുകൾ വെച്ച് എന്തായാലും ഈ പോലീസ് കൃത്യമായിട്ട് തന്നെ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. ടോം, യെസ്, ജിഷാദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം തിരൂരിൽ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മിനി സിവിൽ സ്റ്റേഷന് പിൻവശത്തെ വിജനമായ സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത്. മരിച്ച ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല, ഒരു യുവാവിൻ്റെ മൃതദേഹമെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. കൊലപാതക സാധ്യതയും മറ്റു ദുരൂഹതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. തൊടുപുഴയിൽ പോലീസ് വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെടുത്ത സംഭവത്തിൽ ഉദ്യോഗസ്ഥനെ വൈദ്യപരിശോധനയ്ക്ക് നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്ത്. ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ പരിശോധനാ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പരിശോധനയിൽ ഉദ്യോഗസ്ഥൻ മദ്യപിച്ചുവെന്ന് കണ്ടെത്താനായിരുന്നില്ല. PS സാഗർ ചേരുന്നു തൊടുപുഴയിൽ നിന്ന് വിവരങ്ങളുമായി. സാഗർ, ഇത് SIയെയും അതോടൊപ്പം പോലീസ് ഡ്രൈവറെയും കഴിഞ്ഞ ദിവസം ഈ ലോഗോ ഫൈൻഡുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ എത്തിയപ്പോഴാണ്, അവിടുത്തെ ബിഗ് സ്ക്രീനിൽ കളി കാണുന്നതുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് എത്തിയപ്പോഴാണ് നാട്ടുകാർ കയ്യോടെ പിടികൂടുന്നത്. പോലീസ് ജീപ്പിൽ നിന്നും മദ്യക്കുപ്പിയും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമടക്കം കണ്ടെടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർ മദ്യപിച്ചുവെന്ന് നാട്ടുകാർ ആരോപണം ഉന്നയിച്ചത്. ഇതിനുശേഷം നാട്ടുകാർക്കെതിരെ, അതായത് CPM നേതാക്കൾ ഉൾപ്പെടെയുള്ള 200ഓളം പേർക്കെതിരെ പോലീസ് കേസെടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. അവിടെയാണ് ഈ പോലീസുകാരെ, ആരോപണ വിധേയനായിട്ടുള്ള പോലീസുകാരെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് പോലീസ് ഉന്നതർ നടത്തുന്നത് എന്നൊരു ആരോപണം പോലും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്, CPM ഉന്നയിക്കുന്നുണ്ട്. അതിനിടെയാണ് ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വൈദ്യപരിശോധനാ ഫലത്തിൽ ഇവർ മദ്യപിച്ചിട്ടില്ല എന്ന കാര്യം വ്യക്തമായിട്ടുണ്ടോ? ടോം, ലോകകപ്പ് ഫൈനലിനിടെ തൊടുപുഴ മങ്ങാട്ടുകവലിൽ കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് കരിമണ്ണൂർ SIയും ഡ്രൈവറെയും CPM DYFI പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു വെക്കുന്ന സംഭവം ഉണ്ടായത്. ഈ ഡ്യൂട്ടിക്ക് സ്ഥലത്ത്, അതായത് മങ്ങാട്ടുകവലിയിൽ ഉദ്യോഗസ്ഥർ മദ്യപിച്ചു വന്നെന്ന് ആരോപിച്ചാണ് നാട്ടുകാർ പോലീസിനെതിരെ അന്ന് തിരിഞ്ഞത്. ഈ ഡ്യൂട്ടിക്കെത്തിയ കരിമണ്ണൂർ SI റോയ് സുകുമാരനും ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരനും മദ്യപിച്ചാണ് എത്തിയതെന്ന ഒരു
ആരോപണത്തെ തുടർന്ന് നാട്ടുകാരും സ്ഥലത്തുണ്ടായിരുന്ന ഡിവൈഎഫ്ഐ CPM പ്രവർത്തകരും ബഹളം വെച്ചു. ഇതിനിടെ തൊടുപുഴ പോലീസ് സ്ഥലത്തെത്തി SIയെയും ഈ കരിമണ്ണൂർ SIയെയും ഡ്രൈവറെയും വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കി. ആദ്യം തന്നെ പൊതുജനങ്ങളുടെ ഇടയിൽ വെച്ച് ബ്രീത്ത് അനലൈസറിൽ ഇവരെ പരിശോധിച്ചു. ഈ പരിശോധനയിൽ ഇവർ മദ്യപിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ബ്രീത്ത് അനലൈസർ കംപ്ലൈന്റ് ആയിരുന്നു, അത് വർക്ക് ആവുന്നില്ലായിരുന്നു എന്നൊരു ആരോപണം നാട്ടുകാർ ഉന്നയിച്ചു. ഇതോടുകൂടി തൊടുപുഴയിൽ തന്നെയുള്ള ജില്ലാ ആശുപത്രിയിൽ ഇവരെ വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ചു. ഇവിടെ എത്തിച്ചപ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അന്ന് തന്നെ പല ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ആ ദൃശ്യങ്ങളിൽ ഈ വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പിയും ചീട്ടുകെട്ടും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ഉൾപ്പെടെ വാഹനത്തിൽ ഉണ്ടായിരുന്നതായി അന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇത് തൊടുപുഴ പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇവരെ തൊടുപുഴയിൽ തന്നെയുള്ള ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ആ വൈദ്യ പരിശോധനയിൽ ഉള്ള റിപ്പോർട്ടിൽ ഇവർ മദ്യപിച്ചതായി കണ്ടെത്തിയിരുന്നില്ല. എന്നാൽ ജിഷാദ്, ഇവിടെ ഒരുപക്ഷെ അവർ മദ്യപിച്ചിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ പരിശോധനാ ഫലം പോലീസുകാർക്ക് അനുകൂലമായിരിക്കാം. പക്ഷെ എങ്ങനെയാണ് അവരുടെ വാഹനത്തിൽ മദ്യക്കുപ്പി വന്നത്, നിരോധിത പാൻ ഉൽപ്പന്നം വന്നത്, അതോടൊപ്പം ചീട്ട് അടക്കം ആ വാഹനത്തിലുണ്ടായിരുന്നു, പോലീസ് ജീപ്പിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ്? ടോം, എന്തായാലും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ഈ പോലീസിന്റെ ഔദ്യോഗിക വാഹനത്തിനുള്ളിൽ നിന്ന് തന്നെയാണ് ഈ ഒഴിഞ്ഞ മദ്യക്കുപ്പിയും ചീട്ടുകെട്ടും നിരോധിത പുകയില ഉൽപ്പന്നവും കണ്ടെത്തിയത്. അതെല്ലാം തന്നെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പോലീസ്, അതായത് തൊടുപുഴ CI ഈ വാഹനത്തിൽ നിന്ന് ഈ സാധനങ്ങളെല്ലാം തന്നെ കണ്ടെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് നമ്മൾ കണ്ടതുമാണ്. എന്നാൽ പോലീസ് ഇതിന് നൽകുന്ന ഔദ്യോഗികമായ വിശദീകരണം, അതായത് SI ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം, അത് വാഹനത്തിൽ എങ്ങനെ എത്തിയെന്ന് തനിക്ക് അറിയില്ല, താൻ ഈ സമയത്ത് മദ്യപിച്ചിരുന്നില്ല, താനും ഡ്രൈവറും മദ്യപിച്ചിരുന്നില്ല എന്നാണ് SI റോയി ഉന്നത ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിരിക്കുന്നത്. മറ്റ് ഈ പുകയില ഉൽപ്പന്നവും ചീട്ടുകെട്ടും വാഹനത്തിൽ വന്നത് എങ്ങനെയെന്ന് തനിക്ക് അറിയില്ല എന്നുമാണ് ഇവർ പറഞ്ഞത്. എന്തായാലും തൊടുപുഴയിലുള്ള ജില്ലാ ആശുപത്രിയിൽ നടത്തിയ വൈദ്യ പരിശോധനയിൽ തിരിമറി നടന്നിട്ടുണ്ട് എന്നാണ് CPM ഉന്നയിക്കുന്ന ഒരു ആരോപണം. ഈ വൈദ്യ പരിശോധനയിൽ രക്തസാമ്പിൾ ശേഖരിച്ചതിൽ തിരിമറി നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രക്തസാമ്പിൾ കാക്കനാടുള്ള ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതേസമയം ഇവരെ തടഞ്ഞു എന്നാരോപിച്ച് തൊടുപുഴ ഏരിയ സെക്രട്ടറി അടക്കമുള്ള 200ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്ക് മേലെ ചുമത്തിയിരിക്കുന്നത്. ഇതൊരു പ്രതികാര നടപടിയാണെന്നാണ് CPM ആരോപിക്കുന്നത്. ഈ പ്രതികാര നടപടിക്ക് എതിരെ പോലീസ് തങ്ങളെ അറസ്റ്റ് ചെയ്തോട്ടെ എന്നുള്ള ഒരു നിലപാടിലാണ് CPM നേതാക്കൾ ഉള്ളത്. ഈ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ, അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും കാക്കനാട് ലാബിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് വരുവാനാണ് പോലീസ് കാത്തിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ആ ഒരു റിപ്പോർട്ട് വന്നാൽ മദ്യപിച്ചിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ ഉടൻ നടപടി ഉണ്ടാവും എന്നതാണ് ഇപ്പോൾ നൽകുന്ന വിവരം. ടോം, PA സാഗറാണ് തൊടുപുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ബാങ്കിൽ പണയം വെച്ച സ്വർണം ഉടമയറിയാതെ കൂടിയ തുകയ്ക്ക് പണയം വെച്ച് ലക്ഷങ്ങളുടെ തട്ടിപ്പ്. മലപ്പുറം താനൂരിലെ കാത്തലിക് സിറിയൻ ബാങ്ക് മാനേജരായിരുന്ന അർജുന്റെ ആസൂത്രണത്തിലാണ് തട്ടിപ്പ് നടന്നത്. താനൂർ സ്വദേശി മുഹമ്മദ് യാസിൻ നൽകിയ പരാതിയിലാണ് ഈ വലിയ കൊള്ളയെക്കുറിച്ചുള്ള വിവരം പുറലോകം അറിയുന്നത്. കേസിൽ മുൻ മാനേജർ അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിലെ രണ്ടാം പ്രതി ഷുഹൈബ് ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത്. സമാനമായ രീതിയിൽ കൂടുതൽ പേരുടെ സ്വർണം വെച്ച് ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നും സംശയിക്കുന്നുണ്ട്. നേരത്തെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാനേജർ സ്ഥാനത്ത് നിന്നും അർജുനെ നീക്കം ചെയ്തിരുന്നു. ജിഷാദ്, ഇതൊരു വലിയൊരു കൊള്ളയാണ്. ജിഷാദിലേക്ക് എത്താം. അതിനു മുൻപ് ഈ പണം നഷ്ടപ്പെട്ട ഈ തട്ടിപ്പിനിരയായ യുവാവിന്റെ പ്രതികരണത്തിലേക്ക്. ഞാൻ താനൂർ CSB ബാങ്കിൽ എൻ്റെ കുറച്ച് ഗോൾഡ് ലോൺ പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 2 തവണ ആയിട്ടാണ് വലിയ എമൗണ്ടിന്റെ 2 ഗോൾഡിന്റെ സെക്ഷൻ ആക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാനത് 2025 വീട്ടിൽ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അങ്ങനെ ഒരു ഗോൾഡിന്റെ പേരില്ല എന്നുള്ള ഒരു ഇത് അവിടുത്തെ മാനേജർ പറഞ്ഞു. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അതിന്റെ സത്യാവസ്ഥ ഞാൻ അറിയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താനൂരുള്ള ഷുഹൈബ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ വൈഫിന്റെ പേരിലും ആളുടെ മോളുടെ പേരിലുമാണ് ഈ ഗോൾഡ് മാറി കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ഞാനത് അവിടുത്തെ ബാങ്ക് മാനേജർ അടുത്ത് ചോദിച്ചു. ഈ ബാങ്ക് മാനേജറെ പരിചയപ്പെടുത്തി തന്നൊക്കെ എനിക്ക് ഷുഹൈബ് തന്നെ ആയിരുന്നു പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വെച്ചതിനെക്കാട്ടിയും ഡബിൾ ആയിട്ടുള്ള എമൗണ്ടിലാണ് അവിടെ ഇപ്പൊ ഗോൾഡ് കിടക്കുന്നത്. ഞാൻ ആകെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു 30-31 ലക്ഷം രൂപേന്റെ അടുത്തായിരുന്നു.
അത് തിരിച്ചെടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് 61 സംതിങ്ങിന്റെ അടുത്ത് ആയിട്ട് കിടക്കുന്നത് കണ്ടത്. എന്റെ അറിവും സമ്മതം ഇല്ലാതെയാണ് ഈ സംഭവം മാറി കിടക്കുന്നത്. തട്ടിപ്പിനിരയായ മുഹമ്മദ് യാസിന്റെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. എങ്ങനെയാണ് ഈ തട്ടിപ്പിനിരയായതെന്നാണ് ആ യുവാവ് വിശദീകരിക്കുന്നത്. ജിഷാദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിഷാദ്, ഇത് വലിയൊരു കൊള്ളയാണ്, അതും ബാങ്ക് മാനേജറുടെ നേതൃത്വത്തിൽ. ഇതിൽ ഇടനിലക്കാരുണ്ട്. ഈ ഷുഹൈബ് കേസിൽ 2ാം പ്രതി ഷുഹൈബ് ഇടനിലക്കാരനെന്നാണ് മനസ്സിലാക്കുന്നത്. ഷുഹൈബിൻ്റെ ഭാര്യയുടെ ഉൾപ്പെടെ പേരിലാണ് ഈ ഒരു തട്ടിപ്പ് നടന്നത്. അതായത് ഈ യാസിൻ പണയം വെച്ച സ്വർണം കൂടിയ തുകയ്ക്ക് പണയം വെച്ചത് ഷുഹൈബിൻ്റെ ഭാര്യയുടെ പേരിലെന്നാണ് പരാതിയിൽ പറയുന്നത്. മാത്രമല്ല ഈ ഷുഹൈബിൻ്റെ ഭാര്യ മുസ്ലിം ലീഗിൻ്റെ മുൻ നഗരസഭാ കൗൺസിലർ കൂടിയാണ്. അവരെ സംരക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. മാത്രമല്ല ഷുഹൈബിനെ ഇതുവരെയും പിടികൂടിയിട്ടില്ല. ഷുഹൈബിന് ഒളിവിൽ പോകാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കുകയാണ്. ഷുഹൈബ് കൺമുന്നിലുണ്ടായിട്ടും പോലീസ് പിടികൂടുന്നില്ല. ഗുരുതരമായിട്ടുള്ള ആക്ഷേപം കൂടി പോലീസിനെതിരെ ഈ തട്ടിപ്പിന് ഇരയായ യാസിൻ ഉന്നയിക്കുന്നുണ്ട്. അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമല്ലേ ഇത്? ടോം, കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ബാങ്കിൽ പണയം വെച്ച സ്വർണം ഉടമയറിയാതെ കൂടുതൽ തുകക്ക് മറച്ചു വെച്ചാണ് ഈ തട്ടിപ്പ് നടത്തിയിരുന്നത്. സംഭവത്തിൽ ഒളിവിലായിരുന്ന ഷുഹൈബിനെ പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. താനൂർ സ്വദേശിയായ ഷുഹൈബിന്റെ ഭാര്യ മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. ഇവർക്കെതിരെയും പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല ഇതുവരെ. മുൻ മാനേജർ അർജുൻ ഉൾപ്പെടെയുള്ളവരുടെ ആസൂത്രണത്തിൽ നടന്ന വലിയൊരു കൊള്ളയാണ് എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. ഷുഹൈബിനെയും ഇയാളുടെ ഭാര്യയും കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. എന്നാൽ ഈ ഷുഹൈബിന്റെ വൈഫിനെ കേന്ദ്രീകരിച്ച് പ്രതി പട്ടികയിലേക്ക് ചേർക്കാനോ അല്ലെങ്കിൽ ഇവരെ കൂടുതലായി അന്വേഷിച്ച് കൂടുതൽ മൊഴിയെടുക്കാനോ പോലീസ് തയ്യാറാകുന്നില്ലെന്നുള്ള ആക്ഷേപമുണ്ട്. താനൂർ സ്വദേശി മുഹമ്മദ് യാസി നൽകിയ പരാതിയിലാണ് ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. കേസിലെ 1ാം പ്രതിയും കത്തോലിക് സിറിയൻ ബാങ്ക് മുൻ മാനേജറുമായിരുന്ന അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിരുന്നു. പല ഘട്ടങ്ങളിലായി അതായത് യാസീൻ 100 പവനോളം സ്വർണമാണ് പണയം വെച്ചിട്ടുണ്ടായിരുന്നത്. 17 ലക്ഷം രൂപ അന്നത്തെ ഘട്ടത്തിൽ വായ്പ എടുത്തിരുന്നു. പിന്നീട് പല ഘട്ടങ്ങളിലായി ഈ തിരിച്ചടവ്, അതായത് ഈ സ്വർണം എടുക്കാൻ പോകുമ്പോഴാണ് ഈ 61 ലക്ഷം രൂപയുടെ ബാധ്യതയിലേക്ക് അതായത് യാസീനെ കൊണ്ടെത്തിക്കുന്നത്. തുക തിരിച്ചടച്ച് ഒരു ഭാഗം സ്വർണം കാണാനുള്ള വിവരം അറിയുന്നത്. ഉടൻ തന്നെ കണ്ടെത്തി നൽകാമെന്ന് അന്ന് മാനേജറായിരുന്ന അർജുൻ ഉൾപ്പ് നൽകിയിരുന്നു. പക്ഷെ അത് പിന്നീട് പാലിക്കപ്പെട്ടില്ല. യാസീൻ അറിയാതെ ഇതേ സ്വർണം 2ാം പ്രതിയും ഷുഹൈബിന്റെ അതായത് ഇയാളുടെ ഭാര്യയുടെ പേരിൽ താനൂർ ശാഖയിൽ തന്നെ ഉയർന്ന തുകയ്ക്ക് പണയം വെച്ചതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ബാങ്ക് മാനേജറെയും മറ്റു ജീവനക്കാരുടെയും പൂർണ്ണ അറിവോടെ തന്നെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. തട്ടിപ്പിന്റെ അതായത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ജിഷാദ്, കൂടുതൽ പേർ ഈ സമാനമായ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതല്ലേ? കാരണം ഇതൊരൊറ്റപ്പെട്ട സംഭവമായി കാണേണ്ടതല്ല. ഈ അർജുനെ മാനേജർ സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ടുണ്ട്. അതായത് ബാങ്ക് ആഭ്യന്തര തലത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. അവിടെ ഈ തട്ടിപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇവിടെ ഒരു മാനേജർ വിചാരിച്ചാൽ മാത്രം ഈ തട്ടിപ്പ് നടക്കുമോ? കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ? കൂടുതൽ പേർ പ്രതിപട്ടികയിലേക്ക് വരുമോ? പൂർണ്ണമായിട്ടും മറ്റു ജീവനക്കാരുടെയും പൂർണ്ണ അറിവോട് കൂടി തന്നെ ആയിരിക്കാം ഈ ഒരു വലിയ കൊള്ള നടന്നിട്ടുള്ളത്. സമാന രീതിയിൽ കൂടുതൽ ഇടപാടുകാരുടെ സ്വർണം മറിച്ച് പണയം വെച്ച് ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കേസിൽ കൂടുതൽ ജീവനക്കാരും ഇടനിലക്കാരും അന്വേഷണത്തിലേക്ക് കൂടുതലായിട്ട് കേസിലേക്ക് ഉൾപ്പെടും. അതേസമയം ബാങ്ക് അധികൃതരെയും ഉന്നതരെയും സംരക്ഷിക്കുമെന്ന് കാട്ടി അതായത് ഈ മുഹമ്മദ് യാസീൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ ഭാര്യ, അതായത് മുഹമ്മദ് യാസീന്റെ അതായത് യാസീന്റെ, അതായത് മുഹമ്മദ് യാസീൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിരിക്കുന്നത് കൂടുതലായിട്ട് അതായത് ഷുഹൈബിന്റെ വൈഫ് ഇതിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവരുടെ പേരിലാണ് ഈ സ്വർണം മറച്ചു വെച്ചിട്ടുള്ളത്. അവരും പാടി പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരണമെന്നും ഷുഹൈബ് ആവശ്യപ്പെടുന്നുണ്ട്. ഇവരെ പിടികൂടാനോ അതുപോലെ തന്നെ ചോദ്യം ചെയ്യാനോ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും യാസീൻ ആരോപിക്കുന്നുണ്ട്. എന്തായാലും അതായത് ബാങ്ക് ജീവനക്കാരുടെയും മറ്റു ആൾക്കാരുടെയും പൂർണ്ണ അറിവോടുകൂടി തന്നെ ആയിരിക്കാം ഇത്തരത്തിലൊരു കൊള്ള നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ മറ്റു ഇടപാടുകാരെ ഇയാള് അതായത് കോംപ്രമൈസ് ആക്കി വിട്ടെന്നും അവിടുന്ന് നൽകുന്ന സൂചനകളുണ്ട്. ടോം, വ്യക്തമാണ്. ജിഷാദാണ് വിവരങ്ങൾ നൽകിയത്. ബാങ്കിൽ പണയം വെച്ച് സ്വർണം ഉടമ അറിയാതെ കൂടിയ തുകയ്ക്ക് പണയം വെച്ച്
ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടത്തിയത്. മലപ്പുറം താനൂരിലെ കാത്തലിക് സിറിയൻ ബാങ്ക് മാനേജരായിരുന്ന അർജുൻ്റെ ആസൂത്രണത്തിലാണ് തട്ടിപ്പ് നടന്നത്. ഈ അർജുൻ പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. പക്ഷേ ഈ കേസിലെ അർജുൻ്റെ കൂട്ടാളി അവിടുത്തെ ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഇയാളെ ഇതുവരെയും പിടികൂടിയിട്ടില്ല. പോലീസ് ഈ പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്നു എന്നാണ് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആരോപണം. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുന്നു. നമസ്കാരം.